തൊണ്ണൂറുകളിലേക്കുള്ള ലാലേട്ടൻ്റെ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സമ്പന്നമായിട്ടുള്ള സഹനടന്മാർ, അത് എല്ലാവരും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ഒരു ഇംപ്രഷൻ വെച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ, സുകുമാരി അമ്മ, അങ്ങനെ ഇപ്പം ആരോഗ്യം അത്ര നന്നല്ലാതിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാർ, അങ്ങനെയൊരു കുതിരവട്ടം, പപ്പു, നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഓരോ സിനിമകൾ ഓർക്കുമ്പോൾ നമുക്ക് ഇവരുമായിട്ടുള്ള സീൻസും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയൊരു ജനറേഷനാണ്. ഇപ്പോൾ ഷാജോൺ, അജു വർഗീസ്, അനൂപ് മേനോൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസവും അവർ മിസ് ചെയ്യുന്നുണ്ടോ? അന്നത്തെ ഒരു ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ നമ്മളുടെ വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും അവരെ കൂടെ അഭിനയിക്കുന്ന സമയത്തിൽ ഇപ്പോൾ ഈ ചിത്രം ഞാൻ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന മഹാറാണി ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് നമുക്ക് വരും. കോഴിക്കോടിൽ ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പുവേട്ടനായിട്ടായാലും ശങ്കരാടി സാറുമായിട്ടായാലും ഒരുപാട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ, നമ്മളെപ്പോഴും ഒരു സിനിമ അവരെ പറ്റി കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ കൊളീഗ്സിന് ഒരുപാട് പേർക്ക് മരിച്ചു പോയി, ഒരുപാട് പേര് സുഖമില്ലാതായി. നമ്മളും നാളെ എന്താകുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ ഇപ്പോൾ പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ SP പിള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, അല്ലെങ്കിൽ ശിവാജി ഗണേശൻ, നാഗേശ്വര റാവു, അമിതാഭ് ബച്ചൻ, അപ്പോൾ അങ്ങനത്തെ ഏറ്റവും വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഞാൻ സത്യനന്ദിക്കാടുമായിട്ടൊരു സിനിമ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രിയദർശനുമായിട്ടൊരു സിനിമ ചെയ്യുകയാണ്. ആ സിനിമകളിലൊക്കെയാണ് അവരെ കൂടുതൽ നമുക്ക് ഓർമ്മ വരുന്നത്. കാര്യം ഈ പ്രിയനൊക്കെ പറയും, നമ്മളെ ഈ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ റോൾ അവർ ചെയ്യുമായിരുന്നു, ഹനീഫ അല്ലെങ്കിൽ ശങ്കരാടി സാറ്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മളൊരു സിനിമയുടെ ഭാഗമായി മാറുമ്പോൾ ഇവരെല്ലാം അതിനെ പലതരത്തിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ടേഴ്സ് വീണ്ടും ഉണ്ടാകില്ല. നമുക്കൊരു കമ്പാരിസൺ ഇല്ലല്ലോ, കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ശങ്കരാടി സാറിനെ പോലെ ഒരു ആക്ടർ ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാ ശങ്കരാടി സാറിനെ പോലെ ഒരു ആക്ടർ ഉണ്ടാവില്ലെന്ന് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സങ്കടമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നത്.